ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ചൂടോടെയുള്ള ഉപ്പുമാവ് കണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതാണ്, റവ ഉപ്പുമാവ്. ഉപ്പുമാവ് സാധാരണയായിട്ട് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തരി തരിയായിട്ടാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഉപ്പുമാവ് തയ്യാറാക്കുന്ന മെത്തേഡാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കൂടെ കഴിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്ത റവയാണെങ്കിൽ, റോസ്റ്റഡ് റവയൊക്കെ ആണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താലും മതിയാവും. ഡ്രൈ റോസ്റ്റാണ് ആദ്യം ചെയ്യുന്നത്. അതായത് ഓയിലോ നെയ്യോ ഒന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു 3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ ചൂടായി വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനിയുള്ള കാര്യങ്ങളും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റവയും നെയ്യൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അല്ലാതെ റവയുടെ കളർ മാറാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ബ്രൗൺ ഷെയ്ഡൊന്നും ആവരുത്. നന്നായിട്ട് ചൂടാക്കുകയാണ് വേണ്ടുന്നത്. ഒരു 5-6 മിനിറ്റൊക്കെ നമുക്കിതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ലോ ഫ്ലെയിമിൽ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാമല്ലോ, റവയുടെ കളറൊന്നും മാറി വന്നിട്ടില്ല. നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെയാണെങ്കിൽ റവ വീണ്ടും ചൂടായിട്ട് കളറൊക്കെ മാറി വരും. അപ്പോൾ നമുക്കിത് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉഴുന്ന് പരിപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. 2 പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി മതിയാവും. പിന്നെ സവാള, ഞാൻ ഒരു സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടും കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. കൂടുതൽ സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട. 2-3 മിനിറ്റ് മതിയാവും. ഈ സവാളയൊന്ന് വാടി വരണം, അത്രയേ വേണ്ടൂ. സവാള നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നതൊക്കെയാണെങ്കിൽ ഉപ്പുമാവിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാവും. ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലരൊക്കെ റവ ഉപ്പുമാവിൽ തേങ്ങ ചേർത്തിട്ട് കാണാറുണ്ട്. ഞാൻ സാധാരണ ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. പിന്നെ നട്ട്സ് ചേർക്കാറുണ്ട് ചിലരൊക്കെ, കാഷ്യൂ നട്ടൊക്കെ ചേർത്തിട്ട് കാണാം. അതാണെങ്കിലും അതും ഈ ഒരു സമയത്ത് തന്നെ ചേർത്തിട്ട് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സവാളയും ക്യാരറ്റൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയാവും. പിന്നെ ഇതൊക്കെ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് 2 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം, നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. റവയും സവാളയും ക്യാരറ്റൊക്കെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് വേഗം തന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം, ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കണം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം. അപ്പോൾ ടൈം നോക്കിക്കോ, കറക്റ്റ് 5 മിനിറ്റാണ് വെക്കേണ്ടത്.
കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുള്ള സോഫ്റ്റ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ? നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. ഇവിടെ തന്നെ വെച്ചാൽ ഇത് വീണ്ടും ഡ്രൈ ആയി പോവും. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വെള്ളത്തിൻ്റെ കാര്യവും കുക്കിംഗ് ടൈമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഏത് ഗ്ലാസ്സിലാണോ കപ്പിലാണോ റവ അളന്നെടുക്കുന്നത് അതേ ഗ്ലാസ്സും കപ്പൊക്കെ തന്നെ വെള്ളം അളന്നെടുക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനലിലെ ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവും സേമിയ ഉപ്പുമാവൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്